എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും വളരെ കാലമായിട്ട് കാത്തിരുന്ന യൂത്ത് മൊബിലിറ്റി സ്കീം വിസ അത് UK ഗവൺമെൻറ് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നും ഈ വിസ അറിയപ്പെടുന്നുണ്ട്. പുതുതായിട്ട് 3000 വേക്കൻസീസ് ആണ് ഇന്ത്യൻ യൂത്ത്സിന് വേണ്ടി UK ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. 3000 വിസ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ മാക്സിമം ഈ സൗകര്യം നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാർക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ജോലി വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സിലേക്കുള്ള വിസയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഏജൻസികൾക്കോ ഫീസ് കൊടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് എത്ര എന്താ പറയുന്നത് 2 ഇയേഴ്സിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു വിസയാണ് ഈ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത്. അപ്പം IELTSൻ്റെ ആവശ്യമില്ല. 2 വർഷത്തെ വിസ കിട്ടും. പിന്നെ ഇവിടെ വന്ന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ യൂത്ത് മൊബിലിറ്റി വിസ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. എങ്ങനെയുള്ളവരാണ് എലിജിബിൾ എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നെക്സ്റ്റ് ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നത് 20th ഫെബ്രുവരി 2:30 ആണ്. 2:30 PM സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2:30 PM സ്റ്റാർട്ട് ചെയ്യും. അത് ക്ലോസ് ചെയ്യുന്നത് 22nd ഫെബ്രുവരി 2:30 PM ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ബാലറ്റിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ 18 years to 30 years ആയിരിക്കണം നമ്മുടെ ഏജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏജ് ഷുഡ് ബി 18 years and 30 years ഇൻ ബിറ്റ്വീൻ. ഈ വയസ്സായിരിക്കണം നമുക്കുള്ളത്. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സേവിങ്സ് ആയിട്ട് ഒരു 2530 പൗണ്ട് നമ്മുടെ സേവിങ്സ് ആയിട്ട് കാണിക്കണം. അത് നമ്മൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നമ്മൾ ബാലറ്റ് എൻ്റർ ചെയ്തു നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് ആകുവാണെങ്കിൽ ഒരു 90 days നമുക്ക് ടൈം കിട്ടും വിസ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ 2530 സേവിങ്സ് കാണിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 28 ഡേയ്സിന് മുമ്പായിട്ട് നമ്മൾ ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അത് മുതൽ നമ്മൾ എപ്പോഴാണോ വിസ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് ഈ ഫണ്ടിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2530 പൗണ്ട് നമ്മുടെ ഒരു ഷോമണിയായിട്ട് കാണിക്കേണ്ടതാണ്. നമ്മൾ UK വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഉള്ളതിൻ്റെ ഒരു പ്രൂഫ് ആണ് ഈ 2530 എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? ബാലറ്റ് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, സ്കാൻഡ് കോപ്പി ഓഫ് പാസ്പോർട്ട്, പിന്നെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ബാലറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ബാലറ്റ് എൻട്രി ചെയ്തതിന് ശേഷം ഇത്രയും സംഭവങ്ങൾ ചെയ്യുന്നത് ഫ്രീ ഓഫ് ചാർജ് ആണ്. അതിനകത്ത് നമ്മൾ പൈസ വേറെ അഡീഷണൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. റാൻഡമായിട്ട് ഇവർ എൻട്രീസിനെ പിക്ക് ചെയ്യും. ഇപ്പം സക്സസ്ഫുൾ ആയോ എന്നറിയാനായിട്ട് റിസൾട്ട് അവർ 2 വീക്സിനുള്ളിൽ നമുക്ക് ബാലറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 2 വീക്സിനുള്ളിൽ റിസൾട്ട് നമ്മളെ ഇമെയിൽ വഴി അറിയിക്കുന്നതാണ്. പിന്നെ പറഞ്ഞത് ബാലറ്റ് എൻട്രി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ പിന്നീട് ഉള്ളത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് നമ്മൾ റിസൾട്ട് സക്സസ്ഫുൾ ആകണമെങ്കിൽ മാത്രം നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 298 പൗണ്ട് കൊടുക്കണം. അത് ഞാൻ മുമ്പേ പറഞ്ഞ 2530 പൗണ്ട് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രം നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിട്ട് നമ്മൾ എപ്പോഴാണോ വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനും 30 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഈ ഫണ്ട് കാണിച്ചാൽ മതിയാവും. അപ്പം 2530 പൗണ്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ശേഷം മാത്രം നമ്മൾ പൈസ ഷോമണിയായിട്ട് അതിനകത്ത് ഇട്ടിരുന്നാലും ഓക്കെയാണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു 3000 വേക്കൻസീസ് ആണ്, 3000 പ്ലേസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ നമ്മൾ ബാലറ്റിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അവർ ഇമെയിൽ അയക്കും. അതിനുശേഷം 90 ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വിസയെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇവിടെ വന്ന് ഏത് ജോലി ചെയ്യാൻ പറ്റും, എന്തൊക്കെ പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, അത് ഇനിയിപ്പോൾ വന്ന് നമുക്ക് വേറൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യണം, നമുക്കൊരു സ്കിൽഡ് വർക്കർ വിസ കിട്ടി അല്ലെങ്കിൽ വേറൊരു സ്പോൺസറെ നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം ഇത് നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഈ വിസ യൂസ് ചെയ്തിട്ട് ഇവിടെ എത്തിയവരുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, മലയാളീസൊക്കെ ധാരാളം ഈ വിസ യൂസ് ചെയ്ത് എത്തുന്നുണ്ട്. അപ്പം
മാക്സിമം നമ്മുടെ യൂത്ത്സ് ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. അപ്പം 3000 വിസാസ് ഉണ്ട്. അത് ശരിയായ കാര്യങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.